ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. നമ്മന്റെ നയിക്കുന്ന ഭാഗവതം പഠന ക്ലാസ് ഇന്ന് 175-ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 13-ാം അധ്യായത്തിലെ 36-ാമത്തെ ശ്ലോകം മുതൽ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 13-ാം അധ്യായം 35-ാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഭഗവാൻ യജ്ഞവരാഹമൂർത്തിയായിട്ട് ഭഗവാനെ ഋഷികളെല്ലാം സ്തുതിക്കുന്നതായിട്ടുള്ള ഭാഗം നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാം. നമ്മളുടെ ക്ലാസ് നയിക്കുന്നതിന് ആചാര്യൻ ഡോക്ടർ പി വിശ്വനാഥ നമ്പൂതിരി സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതരയജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാഹതസ്മി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. തൃതീയ സ്കന്ധം 13-ാം അധ്യായം 35 വരെ എടുത്തതെന്നാണ് പറഞ്ഞത്. ഇന്ന് 36 തുടങ്ങാം. രൂപം തവൈതന്ന ദുഷ്കൃതാത്മനാം ദുർദർശനം ദേവയതധ്വരാത്മകം ഛന്ദാംശിയഫ്യത്വജിവർഹിരോമഃ ദൃശിത്വം ഘൃഷുജാദൃഹോത്രം. ഇനിയും ഋഷിമാരെ സ്തുതിക്കുന്നത് യജ്ഞവരാഹമൂർത്തിയാണ്. ഒരു വരാഹമൂർത്തി എങ്ങനെ യജ്ഞസ്വരൂപമായി പരിണമിക്കുന്നുവെന്ന് യജ്ഞ അംഗങ്ങളിലെ പദങ്ങൾ ഉപയോഗിച്ചാണ്. നമുക്കുകൊണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ഇത്തിരി വിഷമമാണ് ആ ഭാഗം. കാരണം ഭഗവാന്റെ ഓരോ അവയവങ്ങൾ യജ്ഞത്തിൻ്റെ ഓരോ അംഗങ്ങളായിട്ട് ഭാവന ചെയ്ത് യജ്ഞ അംഗങ്ങളായി പരിണമിക്കുന്നു ഭഗവത് സ്വരൂപം മുഴുവൻ. അങ്ങനെ ഒരു യജ്ഞസങ്കല്പമാണ് ഭൂമിയിൽ ആദ്യം ഉണ്ടാകുന്നത്. ഇതിപ്പം വരാഹമൂർത്തിയായിട്ട് ഭൂമിയെ കടലിൽ നിന്ന് പൊക്കിയെടുത്ത് മുകളിൽ കൊണ്ടു നിർത്തുമ്പോൾ ആ ഭൂമി മുഴുവൻ ഉപ്പുരസാണ്. അത് മാറ്റി അത് കൃഷിക്ക് ഉപയോഗയോഗ്യമാക്കി അധിവാസയോഗ്യമാക്കി മാറ്റണമെങ്കിൽ അവിടെ ആ ഉപ്പുരസത്തെ മാറ്റി അത് കൃഷിയുടെ വിഭവമാക്കി മാറ്റണമെങ്കിൽ യജ്ഞം വേണം. യജ്ഞം കൊണ്ടേ ഇത് പറ്റുകയുള്ളൂ എന്ന് ഇനി അങ്ങോട്ട് വർണ്ണിക്കുന്ന ഓരോരോ ഭാവനകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭൂമിയെ നല്ല ഉർവരമാക്കി മാറ്റാൻ, ഊഷരഭൂമി മാറ്റിയിട്ട് ഉർവരമാക്കി മാറ്റാൻ യജ്ഞം തന്നെ ചെയ്യണം. ആദ്യം ഭൂമിയിൽ നടന്ന യജ്ഞമാണ്. ഭഗവാൻ യജ്ഞസ്വരൂപനായിട്ട് ഭൂമിയിൽ അവതരിച്ച് ഭൂമിയിൽ യജ്ഞം ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ യജ്ഞം നടന്നു. കുറേ യജ്ഞങ്ങൾ നടന്നതിന് ശേഷമാണ് ഭൂമി അധിവാസയോഗ്യമായി മാറിയതും കൃഷിക്ക് ഉപയുക്തമാക്കി മാറ്റിയതും. അതിലെ ഉപ്പ് രസങ്ങളെല്ലാം ഒലിച്ച് സമുദ്രത്തിലേക്ക് പോയി. അത് സമുദ്രമായി തന്നെ പരിണമിച്ച് നിലനിൽക്കുന്നു. ബാക്കിയുള്ള ഭാഗമാണ് നമുക്ക് താമസിക്കാൻ പാകമായത്. ഈ ഒരു ശാസ്ത്ര സത്യം നമ്മെ ഒന്ന് ബോധ്യപ്പെടുത്താനായിട്ടാണ് യജ്ഞവരാഹമൂർത്തിയായിട്ടുള്ള ഈ ഒരു സങ്കല്പത്തെ മനോഹരമായി ആവിഷ്കരിക്കുന്നത്. രൂപം തവ ഏതത് നനു ദുഷ്കൃതാത്മനാം ദുർദർശനം. തവ ഏതത് രൂപം ദുഷ്കൃതാത്മനാം ദുർദർശനം നനു. ഹേ ദേവ, അങ്ങയുടെ ഇപ്രകാരമുള്ള ശരീരം, അതായത് യജ്ഞസ്വരൂപമായ ശരീരം ദുഷ്കൃതാത്മാക്കൾക്ക് കാണാൻ വിഷമമാണ്, ദുർദർശനമാണ്. എന്താണത്? ഇത് അധ്വരാത്മകം. അധ്വരം എന്ന് വെച്ചാൽ യജ്ഞമാണ്, യാഗമല്ല, യജ്ഞമാണ്. അധ്വരാത്മകം, യജ്ഞാത്മകമാണ് അങ്ങയുടെ ഈ ശരീരം.
അങ്ങനെയുള്ള ശരീരത്തെ ദുഷ്കൃതികൾക്ക് കാണാൻ പറ്റില്ല. സുകൃതികൾക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. വേദസ്വരൂപനാണ് ഭഗവാനെങ്കിൽ യജ്ഞസ്വരൂപനുമാണ് ഭഗവാൻ. വേദസ്വരൂപനാണ് ഭഗവാൻ എന്ന് പലയിടത്തും പല വേദാന്ത കൃതികളിലും ഭാഗവതത്തിലും പലയിടത്തും സംഗ്രഹിച്ച് പറഞ്ഞിട്ടുണ്ട്. വേദസ്വരൂപനാണെങ്കിൽ യജ്ഞവും ഭഗവാന്റെ സ്വരൂപം തന്നെയാണ്. അതുകൊണ്ടാണ് വേദങ്ങളും യജ്ഞങ്ങളും ഒക്കെ ഭഗവാന്റെ ഓരോ അംഗങ്ങളായിട്ട് കണ്ട് ഈ ശ്ലോകത്തിൽ കൂടി അത് സ്പഷ്ടമാക്കാൻ പോവുകയാണ്. 3-4 ശ്ലോകത്തിൽ കൂടി ഭഗവാന്റെ അത്ഭുതകരമായ യാഗാത്മകമായ ദിവ്യരൂപം പാപികൾക്ക് കാണാൻ പറ്റുന്നതല്ല. അന്ധക്കരണങ്ങളിലുള്ള കാമരാഗാദികളായ ദോഷങ്ങളൊക്കെ മാറ്റിയവർക്ക് മാത്രമേ ഈ ദിവ്യസ്വരൂപം കണ്ട് ആനന്ദിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ ദിവ്യ ദർശനം കിട്ടിയിരിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്നിങ്ങനെ ഇത് മനസ്സിലാക്കണമെങ്കിലും ഉള്ളിൽ കാമാദികളായ വാസനകൾ മാറ്റി ദുഷ്കൃത ചിന്ത ഇല്ലാത്തവർക്ക് മാത്രമേ ഈ ഭാഗം ഞാൻ പറയുമ്പോഴും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും മനസ്സിലാവാതെ വരുന്നെങ്കിൽ തങ്ങളുടെ ഉള്ളിലുള്ള ദുഷ്കൃത ചിന്തയുടെ പരിണതഫലമാണെന്ന് ആശ്വസിച്ചുള്ളൂ. അതാണ് ഈ ഭാഗത്തിൻ്റെ ഒരു വൈശിഷ്ട്യം. വേദമാണ് യജ്ഞമാണ് എന്നുള്ളത് കൊണ്ട് യജ്ഞാംഗങ്ങൾ നമുക്ക് വലിയ പരിചയമില്ല, പക്ഷേ ആ അംഗത്തിനോടാണ് ബാധിക്കപ്പെടുന്നത്. രണ്ട് ഞാൻ പറഞ്ഞ് ഒന്ന് പരിചയപ്പെടുത്താൻ ശ്രമിച്ചു നോക്കാം. അത്രത്തോളം പറ്റുമോ എന്നറിയില്ല, എങ്കിലും നോക്കാം. ഛന്ദാംസി യസ്യത്വജി. യാതൊരു ഭഗവാന്റെ ത്വക്ക് ഏറ്റവും ബാഹ്യ ശരീരത്തിൻ്റെ ബാഹ്യ അറയാണ്, ആവരണമാണ് ത്വക്ക്. അവിടെ മുതൽ ആരംഭിക്കാം. ഛന്ദസ്സുകളാണ്. യജ്ഞത്തിലും വേദത്തിലും ഒക്കെ ഋഷിഛന്ദോ ദേവതകളുണ്ട്. ഋഷി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഛന്ദസ്സാണ്. ഛന്ദസ് ഇന്നത്തെ മലയാള ഭാഷയിൽ വൃത്തം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്ന് മാത്രമേ ഉള്ളൂ. വൃത്തം അല്ല എങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിന് വൃത്തം എന്ന് പറയാം. ഏത് മീറ്ററിലാണ് ഏത് വൃത്തത്തിലാണ് ഈ മന്ത്രം വിരചിതമായിരിക്കുന്നത് എന്ന് സ്മരിച്ചിട്ട് വേണം മന്ത്രം ചൊല്ലാൻ. അതുകൊണ്ട് ഭഗവാന്റെ ത്വക്ക് ഛന്ദസ്സുകളാണ്. ബർഹിഹി രോമഫു. ബർഹിഫ് കുശ രോമങ്ങളിലാണ്. അങ്ങയുടെ ശരീരത്തിൽ എഴുന്നേൽക്കുന്ന രോമങ്ങളൊക്കെ കുശപ്പുല്ല് പോലെയാണ്, കുശകളാണ്. ആജ്യം ദൃശി. കണ്ണിൽ ആജ്യമാണ്, നെയ്യാണ്. കാരണം കണ്ണിൽ എപ്പോഴും ഒരു ജലാംശം ഇങ്ങനെ കൊഴുത്ത് നെയ്യ് പോലെ കെട്ടിക്കിടക്കും. അതുള്ളത് കൊണ്ടാണ് ഈ ഗോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിച്ചു പോകാൻ പറ്റുന്നത്, ലൂബ്രിക്കൻ്റ് ആകുന്നത് നെയ്യ് അകത്തുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ ത്വക്കിൽ ഗായത്രിയാദികളായ ഛന്ദസ്സാണെന്നും രോമങ്ങൾ ദർഭകൾ പോലെ അല്ലെങ്കിൽ എന്താണ് പുല്ലുകൾ പോലെ, കുശപ്പുല്ലോ ദർഭപ്പുല്ലോ എന്തായാലും കുഴപ്പമില്ലാണെന്നും യജ്ഞത്തിൽ ഹോമിക്കാൻ വേണ്ടതായ നെയ്യ് അങ്ങയുടെ നേത്രങ്ങളിലാണ് എന്നും. തു അംഘ്രിഷു ചാതുർഹോത്രം. അംഘ്രികളിലാകട്ടെ പാദങ്ങളിലാകട്ടെ ചാതുർഹോത്രമാണ്, 4 ഹോതാക്കൾ. ഇതാണ് ചാതുർഹോത്രം. യജമാനല്ലാതെ 4 പേര് ഉണ്ട്. ഹോതാവ്, അധ്വര്യു, ഉദ്ഗാതാവ്, ബ്രഹ്മൻ. ഈ 4 പേരെയാണ് ഹോതാക്കൾ എന്ന് വിളിക്കുന്നത്. ചതുർഹോതാക്കൾ 4 പേർ. ഒരാൾ ഹോതാവാണ്, ഹോമിക്കുന്ന ആളാണ്. രണ്ടാമത്തെ അധ്വര്യുവാണ്. അധ്വര്യുവിൻ്റെ ജോലി ഏത് ഹവിസിന് ഏത് മന്ത്രമാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇന്ന ചമത ഹോമിക്കുമ്പോൾ ഇന്ന മന്ത്രം വേണം, ഇന്ന ഹവിസ് ഹോമിക്കുമ്പോൾ ഇന്ന മന്ത്രം വേണം എന്ന് നിശ്ചയിച്ച് കൊടുക്കേണ്ട ആൾ അധ്വര്യുവാണ്. ഈ ഹോതാവ് ഏത് മന്ത്രം ചൊല്ലി ഹോമിക്കുന്നുവോ ആ മന്ത്രം എല്ലാവരും കേൾക്ക ഉറക്ക പാടേണ്ട ജോലി ഉദ്ഗാതാവിനാണ്.
ഈ 3 പേരുടെയും ക്രിയകൾ സൂക്ഷിച്ച് അതിൻ്റെ അകത്തെ പോരായ്മകൾ പറഞ്ഞു കൊടുത്ത് തിരുത്തി കൊണ്ടുപോകേണ്ട ജോലി ബ്രഹ്മനാണ്. ഇങ്ങനെ 4 പേര്. അതുകൊണ്ടാണ് അംഘ്രിഷു ചാതുർഹോത്രം. അങ്ങയുടെ കാലുകളിലെ ഈ 4 പേർ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ കാലിൽ അടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. അങ്ങയുടെ കാലിൽ. അപ്പോൾ യജ്ഞത്തിൻ്റെ 4 വിധത്തിലുള്ള കർമ്മപദ്ധതികളും അങ്ങയുടെ പാദങ്ങളിൽ അടങ്ങിയിരിക്കുകയാണ്. രൂപം തവൈതന്നന ദുഷ്കൃതാത്മനാം ദുർദർശനം ദേവയതധ്വരാത്മകം ഛന്ദാംസി യഫ്യത്വജിവർഹിരോമഫു ആജ്യം ദൃശിത്വംഘ്രിഷു ചാതുർഹോത്രം തവ അധ്വരാത്മകം ഏതത് രൂപം ദുഷ്കൃതാത്മനാം ദുർദർശനം നനു യഫ്യത്വജി ഛന്ദാംസി രോമഫു ബർഹിഃ ദൃശി ആജ്യം അംഘ്രിഷു ചാതുർഹോത്രം രൂപം തവൈതന്നന ദുഷ്കൃതാത്മനാം ദുർദർശനം ദേവയതധ്വരാത്മകം ഛന്ദാംസി യഫ്യത്വജിവർഹിരോമഫ്വാജ്യം ദശിത്വംഘ്രിഷു ചാതുർഹോത്രം രൂപം തവൈതന്നന ദുഷ്കൃതാത്മനാം ദുർദർശനം ദേവയതധ്വരാത്മകം ഛന്ദാംസി യഫ്യത്വജിവർഹിരോമഫ്വാജ്യം ദൃശിത്വംഘ്രിഷു ചാതുർഹോത്രം രൂപം തവൈതന്നന ദുഷ്കൃതാത്മനാം ദുർദർശനം ദേവയതധ്വരാത്മകം ഛന്ദാംസി യഫ്യത്വജിവർഹിരോമഫ്വാജ്യം ദശിത്വംഘ്രിഷു ചാതുർഹോത്രം തുണ്ട ആഫീത് ഫ്രുവൈശനാഫയോ ഇടോദരേ ചമഫാഹ കർണരന്ധ്രേ പ്രാശിത്രമാഫ്യേ ഗ്രഹ്നേ ഗ്രഹാസ്തുതേ യച്ചർവണം തേ ഭഗവന്നഗ്നിഹോത്രം തുണ്ട ആഫീത്. തുണ്ടം മുഖാഗ്രം, ചുണ്ട് എന്നർത്ഥം. മുഖത്തിൻ്റെ മുമ്പോട്ട് തള്ളി നിൽക്കുന്ന ഭാഗം. ഇതിപ്പം വരാഹമൂർത്തി ആയതുകൊണ്ട് അതിൻ്റെ തേറ്റയാണ്, അതിൻ്റെ ചുണ്ടാണ്. മുഖം ഇങ്ങനെ കൂർത്ത് തേറ്റ പോലെയാണ് കാണുന്നത്. എൻ്റെ പേരാണുള്ള തുണ്ട. അതെന്താണ്? ഫുർക്ക. യാഗം നിർവഹിക്കാൻ വേണ്ടി വന്നതെല്ലാം ഭഗവാനിൽ പ്രകാശിപ്പിച്ച് കണ്ടതാണ് നമ്മൾ ഉപയോഗിച്ചത് എന്നർത്ഥം. അതുകൊണ്ട് അങ്ങയുടെ മുഖാഗ്രത്തിൽ ജുഹു, ഫുർക്ക് എന്ന് വെച്ചാൽ ജുഹു എന്ന് സംസ്കൃതമാണതും. നെയ്യ് ഹോമിക്കുമ്പോൾ രണ്ട് പാത്രം കയ്യിലുണ്ടാകും. ഒന്ന് നെയ്യ് കോരിയെടുക്കുന്നത്, കോരിയെടുത്തതിന് ശേഷം നെയ്യ് താഴെ പോവാതെ ആ കോരിയെടുക്കുന്ന സ്പൂണുകളുടെ പാത്രം വയ്ക്കാനുള്ള ഒരു സാധനമാണ് ജുഹു അല്ലെങ്കിൽ ഫുർക്ക് എന്ന് പറയാം. പൂർവ ഈശനാഫയോ, ഹേ ഈശ, അങ്ങയുടെ നാസികാദ്വാരങ്ങളിൽ സ്രുവമാണ്. സ്രുവം ഹോമിക്കുന്ന സ്പൂണ് പോലെ അറ്റം കൊഴിഞ്ഞ ഒരു ഉപകരണമാണ്, തണ്ടിന് നീളമുള്ള പിടിയോടുകൂടി. അതിൻ്റെ പേര് ഫ്രുവം എന്നാണ്. അപ്പോൾ ഫുർക്ക് ഫ്രുവം, ഫുർക്ക് തുണ്ടമാണ്. സ്രുവങ്ങൾ നാഫയോഹു മൂക്കുകളാണ്. നാഫയോഹു വിസർഗം വരും. പിന്നെ ഇടോദരേ ചമഫാഹ കർണരന്ധ്രേം, ഉദരേ വയറ്റിൽ. ഇട എന്ന് വെച്ചാൽ ഹവിസ് ഭക്ഷിക്കാനുള്ള പാത്രത്തിൻ്റെ പേരാണ് ഇട എന്ന്. ഹവിസ് ഭക്ഷിക്കാൻ വേണ്ടി എടുത്തു വയ്ക്കുന്ന പാത്രത്തിൻ്റെ പേര് ഇട. ഇടയിൽ നിന്നാണ് ഹവിസ് ദേവനിലെ അഗ്നിയിലേക്ക് സമർപ്പിക്കുന്നത്. ആ സമർപ്പിക്കാനുള്ള പാത്രത്തിൻ്റെ പേരാണ് ഇട എന്ന്. അത് അങ്ങയുടെ ഉദരമാണ്. ഇടോദരേ ചമഫാഹ കർണരന്ധ്രേ, കർണരന്ധ്രത്തിലെ ചമഫങ്ങളാണ്. ചമഫങ്ങൾ ഫോമം ഇടിച്ചു പിഴിഞ്ഞ് വെക്കാനുള്ള പാത്രത്തിൻ്റെ പേരാണ്. ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം പാത്രങ്ങളാണ്. നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ചോറുണ്ണാനൊരു പാത്രം, പലഹാരം കഴിക്കാൻ വേറൊരു പാത്രം, ചോറിൻ്റെ കൂടെയുള്ള കറികൾക്ക് മറ്റൊരു പാത്രം. ഇങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ഹോമം ഇടിച്ചു പിഴിഞ്ഞ് ഹോമിക്കാൻ വേറൊരു പാത്രം വേണം. ഈ പാത്രത്തിൽ പറ്റില്ല.
അതിൻ്റെ പേരാണ് ചമഫങ്ങൾ എന്ന്. ചമഫാഹ കർണരന്ധ്രേ, അത് അങ്ങയുടെ കർണരന്ധ്രത്തിലാണ്, ചെവിയുടെ കിഴുത്തകളിലാണ്, കർണത്തിൻ്റെ രന്ധ്രം. പ്രാശിത്രം ആഫ്യേ, പ്രാശിത്രം ബ്രഹ്മഭാഗത്തിനെ, ഹവിഷിന്റെ ബ്രഹ്മഭാഗത്തെയാണ് പ്രാശിത്രം എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഹവിഷ് ഹോമിക്കുമ്പോൾ അത് 2, 3, 4, 7 ഭാഗങ്ങളായിട്ട് പകുത്തിട്ടാണ് ഹോമിക്കുന്നത്. ഒരു ഭാഗം ബ്രഹ്മാവിനുള്ളതാണെന്ന് സങ്കല്പിക്കും. അത് ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവബലിയും ശ്രീബോധബലിയും ഒക്കെ നടത്തുമ്പോൾ ശ്രദ്ധിച്ചറിയാം. അവിടെ എടുത്തു വെക്കുന്ന ഹവിഷിനെ ചട്ടകം വെച്ച് ഇങ്ങനെ കീറി പകർന്ന് 3ആയിട്ട് തിരിച്ചിട്ട് ഓരോ ഭാഗങ്ങൾ ഓരോരുത്തർ സങ്കല്പിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അതേപോലെ ഇവിടെയും ഈ ഹവിഷ് ബ്രഹ്മാവിന് നൽകാനുള്ള ഹവിഷിൻ്റെ പ്രത്യേക പേര്, അത് എടുത്തു വെക്കുന്ന പാത്രത്തിൻ്റെ പേരാണ് പ്രാശിത്രം എന്ന്. അത് ആഫിയെ, അത് വായിലാണ്. രഫനെ ഗ്രഹാസ്തുതെ, രഫനയിൽ നാക്കിൽ ഗ്രഹങ്ങളാണ്. ഗ്രഹം എന്ന് പറയുന്ന ഒരു പാത്രത്തിൻ്റെ പേരാണ്. ഇന്ദ്രാദികളെ ദേവന്മാർക്ക് കൊടുക്കാൻ വേറൊരു പാത്രമാണ്. ബ്രഹ്മാവിന് കൊടുക്കാനുള്ള പാത്രം വേറെ, ഇന്ദ്രാദികളായ ദേവന്മാർക്ക് വേറൊരു പാത്രം. അതിൻ്റെ പേര് ഗ്രഹാ എന്നാണ്, ഗ്രഹങ്ങൾ എന്നാണ്. രഫനെ ഗ്രഹാസ്തുതേ ചർവണം തേ ഭഗവൻ അഗ്നിഹോത്രം. ചർവണം ചവയ്ക്കൽ, ചവയ്ക്കൽ അഗ്നിഹോത്രമാണ്. അപ്പം വായിലേക്ക്, വായ എന്നുള്ളത് പ്രാശിത്രമാണ്. ഇന്ദ്രാദി ദേവന്മാർക്ക് വയ്ക്കാനുള്ള ഗ്രഹങ്ങൾ എന്ന പാത്രം അതിലടങ്ങിയിരിക്കുന്നു. യജ്ഞവരാഹമൂർത്തിയായ അങ്ങയുടെ ചവയ്ക്കൽ ചർവണം അഗ്നിഹോത്രം എന്നുള്ള കർമ്മവുമാണ്. എന്നിങ്ങനെ യജ്ഞത്തിൽ വെക്കേണ്ട പാത്രങ്ങളെല്ലാം അങ്ങയുടെ ഓരോരോ അവയവങ്ങളാക്കി മാറ്റി. ഒന്ന് അങ്ങയുടെ തേറ്റയാണ്, പിന്നൊന്ന് മൂക്കാണ്, പിന്നൊന്ന് വയറാണ്, പിന്നൊന്ന് ചെവിയാണ്, പിന്നൊന്ന് വായാണ്, പിന്നൊന്ന് നാവാണ്, പിന്നൊന്ന് ചർവണമാണ്. എന്നിങ്ങനെ ഓരോരോ അംഗങ്ങൾ, അവയവങ്ങൾ ഓരോരോ ഭാഗങ്ങളാണ് എന്ന് ഇവിടെ വ്യക്തമാക്കി. ഇതാണ് ഈ സ്തുതിയുടെ ഒരു വൈശിഷ്ട്യം. ഫൃത്തുണ്ടാഫിത്ഫ്രുവൈശനാഫയോ ഇടോദരേ ചമഫാകർണരന്ധ്രേ പ്രാശിത്രമാഫ്യേ ഗ്രഹനേ ഗ്രഹാസ്തുതേ യച്ചർവണം തേ ഭഗവൻ അഗ്നിഹോത്രം. തുണ്ടേ ഫൃക്ക്, ഹേ ഈശ, തുണ്ടേ ഫൃക്ക് നാഫയോഃ ഫ്രുവഃ ഇടാ കർണരന്ധ്രയോ, കർണരന്ധ്രേ ചമഫാഹം ആഫ്യേ പ്രാശിത്രം യഫനേ ഗ്രഹാഃ ആഫീത്. ഹേ ഭഗവൻ, തേ ചർവണം തത് അഗ്നിഹോത്രം. ഫൃത്തുണ്ടാഫിത്ഫ്രുവൈശനാഫയോരിടോദരേ ചമഫാകർണരന്ധ്രേ പ്രാശിത്രമാഫ്യേ ഗ്രഹനേ ഗ്രഹാസ്തുതേ യച്ചർവണം തേ ഭഗവൻ അഗ്നിഹോത്രം. ഫൃത്തുണ്ട ആഫിത്ഫ്രുവൈശനാഫയോ ഇടോദരേ ചമഫാകർണരന്ധ്രേ പ്രാശിത്രമാഫ്യേ ഗ്രഹനേ ഗ്രഹാസ്തുതേ യച്ചർവണം തേ ഭഗവൻ അഗ്നിഹോത്രം. ഫൃത്തുണ്ട ആഫിത്ഫ്രുവൈശനാഫയോരിടോദരേ ചമഫാകർണരന്ധ്രേ പ്രാശിത്രമാഫ്യേ ഗ്രഹനേ ഗ്രഹാസ്തുതേ യച്ചർവണം തേ ഭഗവൻ അഗ്നിഹോത്രം. ദീക്ഷാനുജന്മോപഫതശിരോധരം ത്വം പ്രായണീയോദയനീയദംഷ്ട്ര ജിഹ്വാപ്രവർഗസ്തവ ശീർഷകം കൃതോ ഭഭ്യാവഫദ്യം ചിതയോ ഫവോഹീതേ. ദീക്ഷ അനുജന്മോപഫതഃ, അനുജന്മം ഓരോരോ ജന്മങ്ങളിൽ
ഉള്ള ദീക്ഷ യാഗം ഉപഫത്തുകൾ എന്നത് ഇഷ്ടികകളാണ്. ഇപ്പം മലയാളത്തിൽ പറഞ്ഞ ഇഷ്ടിക തന്നെ ആയിക്കോളൂ. ഇഷ്ടിക എന്ന 2 വാക്കാണ് യജ്ഞങ്ങളിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ 3 വിധത്തിലുള്ള ഇഷ്ടികൾ, യജ്ഞങ്ങൾ, യാഗങ്ങൾ, അതിനെയാണ് ഉപഫത്ത് എന്ന് വിളിക്കുന്നത്. ദീക്ഷ അനുജന്മ ഉപഫത. ഓരോരോ അവതാരത്തിലും ഓരോ തരത്തിലുള്ള ഇഷ്ടികൾ, യാഗങ്ങൾ നടത്തുന്നു എന്നുള്ളതിനെ കാണിക്കുന്ന ഒരവയവമാണ് ശിരോധരം അല്ലെങ്കിൽ കഴുത്ത്. ശിരഫിനെ ധരിക്കുന്ന കഴുത്താണ്. ഒന്ന് കഴുത്തിന് ശിരോധരം എന്ന് പേരാണ്. ത്വം പ്രായണീയ ഉദയനീയദംഷ്ട്ര. ഇനിയും പ്രായണീയം എന്നും ഉദയനീയമെന്നും 2 ഇഷ്ടികൾ യജ്ഞങ്ങളാണ്. അപ്രായണീയം ഉദയനീയം എന്നുള്ള 2 യജ്ഞങ്ങൾ അങ്ങയുടെ 2 ദംഷ്ട്രകളാണ്. ഓരോരോ അവതാരങ്ങൾ അങ്ങ് യജ്ഞങ്ങളുടെ മാഹാത്മ്യത്തെ ബോധ്യപ്പെടുത്താൻ തന്നെ ശ്രമിക്കാറുണ്ട്. കൃഷ്ണാവതാരത്തിൽ പോലും യജ്ഞത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അതിനുവേണ്ടിയുള്ള വ്രതമെടുക്കാൻ ഉള്ള ആദ്യത്തെ കർമ്മത്തിന്റെ പേരാണ് ഇഷ്ടി എന്നുള്ളത്. യജ്ഞദീക്ഷയ്ക്ക് വേണ്ടിയുള്ള ആദ്യത്തെ കർമ്മത്തിന്റെ പേരാണ് ഇഷ്ടി എന്ന്. അതിനെ ഉപഫത്തുകൾ എന്ന് മറ്റൊരു വാക്കിൽ കൂടി പറയും. 3 വിധത്തിലാണ് ഈ ഇഷ്ടികൾ. അത് അങ്ങയുടെ കഴുത്താണ്. ദീക്ഷ കഴിഞ്ഞാൽ ഉടനെ ആദ്യം ചെയ്യുന്നതിൻ്റെ പേര് പ്രായണീയം എന്നുള്ളതാണ്. ദീക്ഷ കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഒരു ചടങ്ങിൻ്റെ പേര് പ്രായണീയം എന്നാണ്. അടുത്തതിന് പേര് ഉദയനീയം എന്നാണ്. ഇത് 2ഉം അങ്ങയുടെ 2 ദംഷ്ട്രകളാണ്. ത്വം പ്രായണീയ ഉദയനീയ ദംഷ്ട്ര. ജിഹ്വാപർവർഗസ്തവ ശീർഷകം കൃതോഹു. അങ്ങയുടെ നാവ് എന്താണ്? പ്രവർഗമാണ്. പ്രവർഗ്യം എന്ന് പറയുന്നത് ഒരു യജ്ഞത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങാണ്. ആദ്യവും അവസാനവും നടത്തുന്ന 2 ഇഷ്ടികളുടെ ഇടയ്ക്ക് നടത്തുന്നതാണ് പ്രവർഗ്യം എന്ന് പറയുന്നത്. അതിന് ഓരോ തരത്തിലുള്ള വർഗങ്ങൾ പറഞ്ഞിരിക്കുന്ന ക്രിയകളുടെ ഭാഗത്തെയാണ് പ്രവർഗ്യം. അതൊക്കെ നമുക്ക് വിസ്തരിച്ച് ഒത്തിരി സാങ്കേതിക പദങ്ങളാണ്. അത് യജ്ഞങ്ങളെക്കുറിച്ച് ഈ ബ്രാഹ്മണത്തിൽ വിസ്തരിച്ച് പറയുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറയും. ഇപ്പം നമ്മളത് പഠിക്കാനല്ല നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യം. അതുകൊണ്ട് നമ്മൾ തൽക്കാലം വാക്കുകളും ആശയങ്ങളും മാത്രം മനസ്സിലാക്കി പോകാനേ പറ്റുള്ളൂ. ജിഹ്വാപർവർഗസ്തവ ശീർഷകം കൃതോഹു. കൃതോഹു ശീർഷകം. ഈ ക്രതുവിൻ്റെ, ഈ യജ്ഞത്തിൻ്റെ ശീർഷകമാണ്. ശീർഷകം ശിരസ് പോലെ പ്രധാനമായതാണ്. പഭ്യാവഫഥ്യം ചിതയോഫവോഹിതേ. അതുപോലെ ഫഭ്യം എന്നുള്ള പേരുള്ള ഒരു ഹോമം ഇല്ലാത്ത അഗ്നിയുടെ പേരാണ്. ഒന്നും ഹോമിക്കാതെ അഗ്നി കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ അതിന് കൊടുക്കുന്ന പേരാണ് ഫഭ്യം എന്ന്. ഫഭയിൽ യോഗ്യമായി നിൽക്കുന്നത് എന്നുള്ള അർത്ഥം. അതിന് അവഫഥ്യം എന്ന് പറയപ്പെടും. അതേപോലെ ചിതയഹ അഫവോഹി. ചിതികൾ ഔപാസനാഗ്നിയാണ്. എല്ലാ ദിവസവും ഉപാസന ചെയ്യുന്ന അഗ്നിയുടെ പേര് ഔപാസനാഗ്നി എന്നും അതിന് ചിതി എന്ന് മറ്റൊരു വാക്കുമുണ്ട്. ഇത് യജ്ഞമൂർത്തിയായ അങ്ങയുടെ ശിരഫാണ്. യാഗത്തിന് വേണ്ടി കത്തിജ്വലിപ്പിക്കുന്ന ചിതികൾ അങ്ങയുടെ പ്രാണനാണ്. എന്നിങ്ങനെ യജ്ഞത്തിൽ അനുഷ്ഠിക്കാൻ പോകുന്ന ആദ്യന്തങ്ങളായ കുറേ ചടങ്ങുകൾ അങ്ങയുടെ അവയവങ്ങളാണ് എന്ന് വിസ്തരിച്ച് പറഞ്ഞു നേടും. ദീക്ഷാനുജന്മോപഫത ശിരോധരം
ത്വം പ്രായണീയോദയനീയദംഷ്ട്രം ജിഹ്വാപവർഗസ്തവ ശീർഷകം കൃതോഃ പഭ്യ അവഫദ്ധ്യം ചിതയോഫവോഹിതേ. അനുജന്മ ദീക്ഷ ഉപഫദഃ ശിരോധരം പ്രായണീയാഃ ഉദയനീയാഃ ഇഷ്ടി പ്രവർഗഃ ഭ്യാവഫദ്ധ്യം തേ അഫവഃ ചിതയഃ. ദീക്ഷാനുജന്മോപഫദഃ ശിരോധരം ത്വം പ്രായണീയോദയനീയദംഷ്ട്രം ജിഹ്വാപർവർഗസ്തവ ശീർഷകം കൃതോഃ പഭ്യ അവഫദ്ധ്യം ചിതയോഫവോഹിതേ. ദീക്ഷാനുജന്മോപഫദഃ ശിരോധരം ത്വം പ്രായണീയോദയനീയദംഷ്ട്രം ജിഹ്വാപർവർഗസ്തവ ശീർഷകം കൃതോഃ പഭ്യ അവഫദ്ധ്യം ചിതയോഫവോഹിതേ. ദീക്ഷാനുജന്മോപഫദഃ ശിരോധരം ത്വം പ്രായണീയോദയനീയദംഷ്ട്രം ജിഹ്വാപർവർഗസ്തവ ശീർഷകം കൃതോഃ പഭ്യാവഫദ്ധ്യം ചിതയോഫവോഹിതേ. സോമസ്തുരേതഃ പവനാന്യവസ്ഥിതിം സംസ്ഥാവിഭേദസ്തവ ദേഹധാതവാം പത്രാണി സർവാണി ശരീരസന്ധിസ്ത്വം സർവയജ്ഞക്രതുരിഷ്ടിബന്ധനാം. സോമഃ തു സോമം ആകട്ടെ രേതഃ അങ്ങയുടെ രേതസാണ്. സോമം എന്നുള്ളതൊരു ഔഷധ വിശേഷമാണ്. അതൊരു ലതയാണ്, വള്ളിയാണ്. അത് ഇടിച്ച് ചതച്ച് പിഴിഞ്ഞെടുത്ത് ആ സോമത്തിൻ്റെ നീര് ഹോമിക്കും. ആ ഔഷധ വിശേഷം അങ്ങയുടെ രേതസാണ്. അങ്ങയുടെ ബീജമാണ്. ഫവനാനി അവസ്ഥിതി. ഫവനം എന്ന് വെച്ചാൽ 3 കാലത്ത് ചെയ്യുന്ന യജ്ഞം. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് 3 സമയത്ത് മുടങ്ങാതെ ചെയ്യുന്ന യജ്ഞത്തിൻ്റെ പേരാണ് ഫവനം എന്ന്. ഫവനാനി ഫവനങ്ങൾ അവസ്ഥിതിയാണ്, അവസ്ഥാനമാണ്, അങ്ങയുടെ സ്ഥിതിയാണ്. ബാല്യം, യൗവനം, വാർദ്ധക്യം എന്നുള്ള 3 സ്ഥിതികളാണ്. ഈ 3 കാലഘട്ടത്തെയും പ്രതിനിധീകരിക്കുന്നതാണ് 3 യജ്ഞങ്ങൾ. ഒന്ന് യൗവനം, ഒന്ന് ബാല്യം, ഒന്ന് യൗവനം, മറ്റേത് വാർദ്ധക്യം. പവനാന്യ അവസ്ഥിതി സംസ്ഥാവിഭേദസ്തവ ദേഹധാതവ. അങ്ങയുടെ ശരീരത്തിലുള്ള സപ്തധാതുക്കൾ സംസ്ഥാവിഭേദങ്ങളാണ്. നിലനിൽപ്പിന് വേണ്ടി വേർതിരിച്ചു വെച്ചിരിക്കുന്ന ഭേദം. സംസ്ഥ, അതാണ് സംസ്ഥാനം എന്നുള്ള വാക്ക് വന്ന അങ്ങനെയാണ്. സമ്യക്കായിട്ട് സ്ഥിതി ചെയ്യുന്നത്, വേണ്ടവണ്ണം നിലനിൽക്കുന്നതാണ് സംസ്ഥ. അതിൻ്റെ ഭേദങ്ങൾ അങ്ങയുടെ ദേഹധാതുക്കളാണ്. സപ്തധാതുക്കൾ അങ്ങയുടെ ശരീരത്തിലുണ്ട്, എല്ലാവരുടെയും ശരീരത്തിലുണ്ട്. രക്തം, മജ്ജ, മാംസം, രേതസ്, ശുക്ലം എന്നൊക്കെ ആ 7 തരത്തിലുണ്ട്. അത് 7 തരത്തിലുള്ള യജ്ഞങ്ങളാണ്. അഗ്നിഷ്ടോമം, അത്യഗ്നിഷ്ടോമം, ഉദ്ധം, ഷോഡശി, വാജപേയം, അതിരാത്രം, ആപ്തോര്യാമം എന്ന് 7 യജ്ഞവിധാനത്തെക്കുറിച്ച് സൂചിപ്പിക്കും. നമുക്കൊന്നും വലിയ പരിചയമുള്ളതല്ല. ഇത് കേട്ട് നമുക്ക് പരിചയമുള്ള അതിരാത്രം മാത്രമേ നമ്മളിത് കേട്ട് നമുക്ക്. വാജപേയം ഒക്കെ നമുക്ക് വാജ്പേയി എന്നൊക്കെ വാക്ക് അതിൽ നിന്നാണ് ഉണ്ടായത്. വാജപേയം ചെയ്ത ആളിനെ വാജപേയി എന്ന് പറയും സംസ്കൃതത്തിൽ. അത് ഹിന്ദിയിലായപ്പോൾ വാജ്പേയി എന്നായിട്ട് മാറി. അങ്ങനെയാണ് ആ വാക്കുണ്ടായത്. അപ്പോൾ വാജപേയവും അതിരാത്രവും മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. ബാക്കി നമുക്ക് അപരിചിതങ്ങളായ വാക്കുകളാണ്. കേൾക്കുക അത്രമാത്രം നമുക്ക് ചെയ്യാനുള്ളൂ. സംസ്ഥാവിഭേദസ്തവ ദേഹധാതവം പത്രാണി സർവാണി ശരീരസന്ധി. എല്ലാ പത്രങ്ങളും അങ്ങയുടെ ശരീരസന്ധികളാണ്. അതായത് 1 മണിക്കൂർ മുതൽ 1000 സംവത്സരം കൊണ്ട് അവസാനിക്കുന്ന അനേക തരത്തിലുള്ള പത്രങ്ങളുണ്ട്. അതൊക്കെ അങ്ങയുടെ സന്ധികളാണ്. ത്വം സർവയജ്ഞകൃതുരിഷ്ടിബന്ധനാം.
അങ്ങ് സർവയജ്ഞകൃതുവായ ഇഷ്ടിബന്ധനമാണ്. എല്ലാ വിധത്തിലുള്ള യജ്ഞങ്ങൾ ക്രതുക്കൾ എന്ന് പറയുന്ന യജനമാകുന്ന ബന്ധനത്തോടു കൂടിയതാണ്. അതായത് ഹോമം എന്ന ഔഷധരസം ഉപയോഗിക്കാതെ നടത്തുന്ന യജ്ഞങ്ങളെ ഉണ്ട്, ഹോമരസത്തോടു കൂടിയ യജ്ഞമുണ്ട്. അപ്പൊ ഹോമം ഉപയോഗിക്കാതെ നടത്തുന്ന പേര് യജ്ഞമെന്നും ഹോമരസത്തോടു കൂടിയതിന് പേര് ക്രതുവെന്നുമാണ്. യജ്ഞമെന്നും ക്രതുവെന്നും രണ്ട് വാക്ക്, ഓരോ വാക്കിനും സെപ്പറേറ്റ് അർത്ഥമുണ്ട്. നമ്മളിതെല്ലാം ഒരു അർത്ഥമായിട്ട് മാത്രം ധരിച്ചു വെച്ചേക്കുന്നതുകൊണ്ടാണ്. ഇതെല്ലാം അങ്ങയുടെ അധിഷ്ഠാനം തന്നെയാണ് എന്ന്, ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന അങ്ങയുടെ ചൈതന്യമാണ് എന്ന് ബോധ്യപ്പെടുത്തലാണ്. ഹോമസ്തുരേത പവനന്യവസ്ഥിതി സംസ്ഥാവിഭേദസ്തവ ദേഹധാതവ പത്രാണി സർവാണി ശരീരസന്ധിസ്ത്വം സർവയജ്ഞകൃതിരിഷ്ടിബന്ധന. ഹോമഃ തുരേതഃ പവനാനി അവസ്ഥിതിഃ സംസ്ഥാവിഭേദാഃ ദേഹധാതവഃ ശരീരസന്ധിഃ സർവാണി പത്രാണി ശരീരസന്ധിഃ ത്വം സർവയജ്ഞകൃതുഃ ഇഷ്ടിബന്ധനഃ. ഹോമസ്തുരേതഃ പവനന്യവസ്ഥിതി സംസ്ഥാവിഭേദസ്തവ ദേഹധാതവാം പത്രാണി സർവാണി ശരീരസന്ധിഃ ത്വം സർവയജ്ഞകൃതിരിഷ്ടിബന്ധനം. ഹോമസ്തുരേതഃ പവനന്യവസ്ഥിതി സംസ്ഥാവിഭേദസ്തവ ദേഹധാതവാം പത്രാണി സർവാണി ശരീരസന്ധിഃ ത്വം സർവയജ്ഞകൃതിരിഷ്ടിബന്ധനം. നമോ നമസ്തേ അഖിലമന്ത്രദേവതാദ്രവ്യായ സർവക്രതവേ ക്രിയാത്മനേ വൈരാഗ്യഭക്ത്യാത്മജയാനുഭാവിതജ്ഞാനായ വിദ്യാഗുരവേ നമോ നമഃ. നമോ നമസ്തേ മന്ത്രദേവതാദ്രവ്യായ, സകല മന്ത്രങ്ങളോടും ദേവതകളോടും ദ്രവ്യങ്ങളോടും കൂടിയവനാണ് അങ്ങ്. എല്ലാ ദേവതകളും അങ്ങയിൽ നിറഞ്ഞു നിൽക്കുന്നു, എല്ലാ മന്ത്രങ്ങളും അങ്ങയിൽ നിറഞ്ഞു നിൽക്കുന്നു, എല്ലാ ദ്രവ്യങ്ങളും അങ്ങയിൽ നിറഞ്ഞു നിൽക്കുന്നു. അഖില മന്ത്ര ദേവത ദ്രവ്യായ നമോ നമസ്തേ. സർവക്രതവേ ക്രിയാത്മനി, എല്ലാ ക്രതുക്കളോടു കൂടിയവനും എല്ലാ ക്രിയാസ്വരൂപത്തോടു കൂടിയവനുമായ അങ്ങയ്ക്ക് നമസ്കാരം. വൈരാഗ്യഭക്ത്യാത്മജയാനുഭാവിത. ഇനിയും വൈരാഗ്യം, ഭക്തി, ആത്മജയം ഇവയോട് കൂടിയിരിക്കുന്നതായ ജ്ഞാനമാർഗം. ഇതുവരെ പറഞ്ഞത് കർമ്മമാർഗമാണ്. ഇനിയും പറയാൻ പോകുന്നത് വൈരാഗ്യ ഭക്തി ആത്മജയ അനുഭാവിത ജ്ഞാനായ. അപ്പൊ കർമ്മവും ജ്ഞാനവും അങ്ങ് തന്നെയാണ്. ബ്രാഹ്മണങ്ങളിൽ പറയപ്പെടുന്ന സമസ്ത കർമ്മങ്ങളും അങ്ങ് തന്നെയായി പരിണമിച്ചു. ഇനിയും ഉപനിഷത്തുകളിൽ പറയപ്പെടുന്ന സമസ്ത ജ്ഞാനങ്ങളും അങ്ങ് തന്നെയാണ്. വിദ്യാ ഗുരവേ നമോ നമഃ. ആത്മവിദ്യയുടെ ഗുരുവും അങ്ങ് തന്നെയാണ്. ഇത് രണ്ടും അങ്ങയിൽ തന്നെയാണ് ആവിർഭവിച്ചത്. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം. നമോ നമസ്തേ അഖിലമന്ത്രദേവതദ്രവ്യായ സർവക്രതവേ ക്രിയാത്മനേ വൈരാഗ്യഭക്ത്യാത്മജയ അനുഭാവിതജ്ഞാനായ വിദ്യാ ഗുരവേ നമോ നമഃ. അഖിലമന്ത്ര ദേവതദ്രവ്യായ സർവക്രതവേ ക്രിയാത്മനേ തേ നമഃ. വൈരാഗ്യഭക്ത്യാത്മജയാനുഭാവിതജ്ഞാനായ വിദ്യാഗുരവേ നമഃ. നമോ നമസ്തേ അഖിലമന്ത്രദേവതദ്രവ്യായ സർവക്രതവേ ക്രിയാത്മനേ വൈരാഗ്യഭക്ത്യാത്മജയാനുഭാവിതജ്ഞാനായ വിദ്യാഗുരവേ നമോ നമഃ. നമോ നമസ്തേ അഖിലമന്ത്രദേവതദ്രവ്യായ സർവക്രതവേ ക്രിയാത്മനേ വൈരാഗ്യഭക്ത്യാത്മജയ അനുഭാവിതജ്ഞാനായ വിദ്യാ ഗുരവേ നമോ നമഃ. ഇവിടെ ഈ സ്തുതി വേദത്തിൽ രണ്ട് ഭാഗങ്ങളാണ്.
അത് രണ്ടും അങ്ങ് തന്നെയാണ്. അവരവരുടെ സംസ്കാരം അനുസരിച്ച് അവരവർ ഓരോ തരത്തിൽ ഭഗവാനെ ഭജിക്കുന്നു. ചില കർമ്മസ്വരൂപത്തിൽ, ചില ഭക്തിയിൽ, ചില ജ്ഞാനത്തിൽ, ചില വൈരാഗ്യത്തിൽ. ഏതൊക്കെ തരത്തിൽ ഭജിച്ചാലും ആ ഭജനക്രിയ കൊണ്ട്, ആ കർമ്മം കൊണ്ട് വേണ്ടതുപോലെയുള്ള സംസ്കാരം സിദ്ധിക്കുമ്പോൾ ജ്ഞാനം ഉണ്ടാകും. ഈ സ്വരൂപത്തെ അറിയുന്നതാണ് ഇതിന് കിട്ടുന്ന സാരം. ഇത് പറയാൻ വേണ്ടിയാണ് രണ്ട് ഭാഗമായിട്ട് ഈ ശ്ലോകത്തെ തിരിച്ചിട്ട് ആദ്യത്തെ ഭാഗം പൂർവകാണ്ഡമെന്നും അല്ല കർമ്മകാണ്ഡമെന്നും, രണ്ടാമത്തെ ഭാഗം ഉത്തരകാണ്ഡം അല്ലെങ്കിൽ വേദാന്തം എന്നും ജ്ഞാനകാണ്ഡമെന്നും അതിന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് വേദങ്ങളെ. ദംഷ്ട്രഗ്രകോട്യോ ഭഗവം സ്ത്വയാ ധൃതാ വിരാജതേ ഭൂധരഭൂഫഭൂധരാം യഥാവനന്യഫരതോ ദത്തോ ധൃതാമതംഗജേന്ദ്രപത്രപത്മിനീ. ദംഷ്ട്രഗ്രകോട്യ, ദംഷ്ട്രഗ്രകോടി കൊണ്ട്, ദംഷ്ട്രത്തിൻ്റെ അറ്റത്തെ മുന കൊണ്ട്, അഗ്രകോടി കൊണ്ട്, ഭഗവൻ ത്വയാ ധൃത, ഹേ ഭഗവൻ അങ്ങേ ധരിക്കപ്പെട്ട്, വിരാജതെ ശോഭിക്കുന്നു, ഭൂധര ഭൂഹു ഫഭൂധര, ഭൂധരനായ ഈ ഭൂമി, ഫഭൂധര പർവ്വതങ്ങളോടുകൂടിയ. രണ്ടാമത്തെ ഭൂധരത്തിന് പർവ്വതം എന്നർത്ഥം. ആദ്യത്തേത് ഭൂമിയെ ധരിച്ചിരിക്കുന്ന, പർവ്വതത്തോടുകൂടെ ഭൂമിയെ ധരിച്ച് അങ്ങ് ദംഷ്ട്രയുടെ, അങ്ങയുടെ തേറ്റയുടെ അറ്റത്ത് നീണ്ട രണ്ട് ലോലമായ കൊമ്പുണ്ട്. ആ കൊമ്പിലാണ് ഭൂമി ഇറക്കി വെച്ചിരിക്കുന്നത്. താണുപോയ ഭൂമിയെ അങ്ങ് ദംഷ്ട്രാഗ്രം കൊണ്ടാണ് ഉയർത്തി മുകളിലേക്ക് കൊണ്ടുവന്നത്. ആ ഭൂമിയിലെ പർവ്വതങ്ങൾ, വൃക്ഷങ്ങൾ, ലതകൾ, വള്ളികൾ, ഇതെല്ലാം ജലത്തിൽ നിന്ന് കയറി വരുന്ന ഒരാന അതിൻ്റെ കൊമ്പിൽ ഇലകളും പുഷ്പങ്ങളും താമരവല്ലിയൊക്കെ ധരിച്ചിരിക്കുന്ന പോലെ, യഥാ അവനാം നിസ്ഫരതോ ദത്താധൃത, യഥാ എപ്രകാരമെന്നാൽ വനാത് നിസ്ഫരത, യഥാ വനാൻ നിസ്ഫരതോ, വനത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന, ദത്താധൃത കൊമ്പിൽ ധരിച്ചിരിക്കുന്ന, ദത്ത എന്ന് വെച്ചാൽ ദന്തം അല്ല കൊമ്പ്, ദത്താധൃത കൊമ്പിൽ ധരിച്ചിരിക്കുന്ന, മതംഗജേന്ദ്ര ഫപത്രപത്മിനി, മതംഗജേന്ദ്രൻ്റെ മതിച്ച ആനയുടെ ഇലകളോടുകൂടിയ താമരകളോടുപോലെ. ആന താമരക്കുളത്തിന് മുകളിലേക്ക് കയറി വരുമ്പോൾ കൊമ്പിൻ്റെ അറ്റത്ത് താമര ഇലകളും ഇലകളോടുകൂടിയ പൂക്കളോടും കൂടിയ താമരകൾ മുകളിലേക്ക് കൊണ്ടുവരുന്നത് പോലെ ഈ ഭൂമിക്കകത്ത് എല്ലാത്തരം വൃക്ഷജാലങ്ങളോടും കൂടിയ ഭൂമിയാണ് ഈ ദംഷ്ട്രാഗ്രത്തിൽ അങ്ങ് മുകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ദംഷ്ട്രാഗ്രകോട്യാ ഭഗവം സ്ത്വയാ ധൃതാ വിരാജതേ ഭൂധരഭൂഫഭൂധരാം യഥാ വനം നിസ്ഫരതോ ദത്താധൃതാ മതംഗജേന്ദ്രപത്രപത്മിനീം. ഹേ ഭഗവൻ, ഭൂധരഃ ദംഷ്ട്രഗ്രകോട്യാ ത്വയാ ധൃതാ ഫഭൂധരാ ഭൂഃ വനാത് നിസ്ഫരതഃ മതംഗജേന്ദ്രസ്യ ദത്താ ധൃതാ ഫപത്രപത്മിനീ യഥാ വിരാജതേ. ദംഷ്ട്രഗ്രകോട്യാ ഭഗവം സ്ത്വയാ ധൃതാം വിരാജതേ ഭൂധരഭൂഫഭൂധരാം യഥാ വനം നിസ്ഫരതോ ദത്താധൃതാ മതംഗജേന്ദ്രപത്രപത്മിനീം. ദംഷ്ട്രഗ്രകോട്യാ ഭഗവം സ്ത്വയാ ധൃതാം വിരാജതേ ഭൂധരഭൂഫഭൂധരാം യഥാ വനം നിസ്ഫരതോ ദത്താധൃതാ മതംഗജേന്ദ്രപത്രപത്മിനീം. സ്ത്രീമയം രൂപമിദം ച സൗകരം ഭൂമണ്ഡലേനാഥ
ദത്താധൃതേന തേ ചകാസ്തി ശൃംഗോഢഘനേന ഭൂയസാം കുലാചലേന്ദ്രസ്യഥൈവ വിഭ്രമാം. അത്രയുമയം 3 വിധത്തിലുള്ള വേദം, ഋഗ്യജുഭാമങ്ങളാകുന്ന വേദാത്മകമായിരിക്കുന്ന രൂപം ഇതം ച ഫൗകരം, ഈ ഫൂകര രൂപത്തെ, പത്നിയുടെ രൂപത്തെ, ഈ ഫൂകര രൂപത്തെ ഭൂമണ്ഡലേനാഥ ദത്ത തേ തധൃതേന, വേദം തന്നെ സ്വരൂപമായി ധരിച്ച അങ്ങയുടെ ഈ ഫൂകരാകൃതി, അത് ദന്തത്താൽ ധരിക്കപ്പെടുന്ന ഭൂമണ്ഡലം കൊണ്ട് ശിഖരത്തിൽ മേഘത്തെ ധരിച്ച പർവ്വതം പോലെ ഇരിക്കുന്നു എന്ന് ഉപമിക്കാൻ പോവാണ്. തേ ദത്താധൃതേന, അങ്ങയുടെ തേറ്റയിൽ കൊമ്പിൽ ധരിച്ചിരിക്കുന്ന ഈ ഭൂമി ചകാസ്തി, ശോഭിക്കുന്നു. ചകാസ്തി എന്ന് വെച്ചാൽ ശോഭിക്കുന്നു. ശൃംഗ ഊഢഘനേന ഭൂയസ, ശൃംഗം കൊമ്പ്, ഊഢം വഹിച്ചത്, ഘനം മേഘം. ശൃംഗോഢഘനേന, ശൃംഗം പർവ്വതങ്ങളിലെ അഗ്രഭാഗ ആയ ആ കൊടുമുടിയായ ഭാഗം, അത് ഭൂയഫ വീണ്ടും കുലാചലേന്ദ്രസ്യഥൈവ വിഭ്രമ, കുലപർവ്വതത്തിൻ്റെ വിഭ്രമം പോലെ ശോഭിക്കുന്നു. കുലപർവ്വതത്തിൻ്റെ ഇളക്കം പോലെ അത് ശോഭിക്കുന്നു എന്നർത്ഥം. അങ്ങയുടെ ദംഷ്ട്രാഗ്രത്തിലിരിക്കുന്ന ഭൂമിയെ കണ്ടാൽ അത് ഒരു പർവ്വതത്തിന് മുകളിൽ ഇരിക്കുന്ന മേഘത്തെ പോലെ ശോഭിക്കുന്നു. പർവ്വതത്തിൻ്റെ ശിഖരത്തിൻ്റെ അഗ്രത്തിരിക്കുന്ന മേഘം എപ്രകാരമാണോ ചലിച്ചു കൊണ്ടിരിക്കുന്ന, വിഭ്രമിച്ചു കൊണ്ടിരിക്കുന്ന മേഘത്തെ പോലെ ഇപ്പോൾ തേറ്റയുടെ മുകളിലിരിക്കുന്ന ഭൂമി ചകാസ്തി, ശോഭിക്കുന്നു. ത്രയീമയം രൂപമിദം ച ഫൗകരം ഭൂമണ്ഡലേനാഥ ദത്താധൃതേന തേ ചകാസ്തി ശൃംഗോഢഘനേന ഭൂയസാം കുലാചലേന്ദ്രസ്യഥൈവ വിഭ്രമാം. ത്രയീമയം തേ ഫൗകരം ഇദം രൂപം ദത്താധൃതേന ഭൂമണ്ഡലേന ശൃംഗോഢഘനേന കുലാചലേന്ദ്രസ്യ വിഭ്രമ ഇവ ചകാസ്തി. ത്രയീമയം രൂപമിദം ച ഫൗകരം ഭൂമണ്ഡലേനാഥ ദത്താധൃതേന തേ ചകാസ്തി ശൃംഗോഢഘനേന ഭൂയസാ കുലാചലേന്ദ്രസ്യഥൈവ വിഭ്രമാം. ത്രയീമയം രൂപമിദം ച ഫൗകരം ഭൂമണ്ഡലേനാഥ ദത്താധൃതേന തേ ചകാസ്തി ശൃംഗോഢഘനേന ഭൂയസാ കുലാചലേന്ദ്രസ്യഥൈവ വിഭ്രമാം. സംസ്ഥാപയൈനം ജഗതാം സദസ്തുഷാം ലോകായ പത്നീമഫി മാതരം പിതാം വിധേമ ചാഫ്യേ നമസാഫാത്വയായഫ്യം സ്വതേജോഗ്നിമിവാരണാവഥാഹം. സംസ്ഥാപയ ഏനാം, ഇതിനെ ഉറപ്പിച്ചു നിർത്തൂ. ജഗതാം സതസ്ഥുഷാം, ജഗതാം ജഗത്തുക്കളുടെ, സ്ഥാവരത്വ സതസ്ഥുഷം, തസ്ഥുഷം സ്ഥാവരം, സതസ്ഥുഷം സ്ഥാവരത്തോടു കൂടിയ, ജഗതാം ജംഗമത്തോടും കൂടിയ. അപ്പൊ ഈ ഭൂമിക്കകത്ത് ചരാചരങ്ങൾ, സ്ഥാവരങ്ങളും ജംഗമങ്ങളുമായ സകലതും ഉള്ള ഈ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തൂ ഒരിടത്ത്. ലോകായാം, ലോകത്തിന് വേണ്ടിയിട്ടാണ്, ലോകനന്മയ്ക്ക് വേണ്ടി സ്ഥാവരജംഗമ രൂപമായ ഈ ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പത്നീമഫി മാതരം പിതാം, അങ്ങയുടെ പത്നിയും മാതരം ലോകത്തിൻ്റെ മാതാവുമായ ഏനാം ഇവളെ, ഭൂമി
ലോകത്തിൻ്റെ മാതാവാണ്, ഭൂദേവിയാണ്, അങ്ങയുടെ പത്നിയുമാണ്, അമ്മയുമാണ്, പത്നിയുമായ ഇവളെ. പത്നീമഫി മാതരം പിതാവിധേമ, പിതാവായ താങ്കൾ വിധേമ ചെയ്യുന്നു, ചഫി നമഫാഫഹത്വയ, അഫി ഇവൾക്കായിക്കൊണ്ട് നമഫ നമസ്കാരം ചെയ്യുന്നു. അങ്ങ് ലോകത്തിൻ്റെ പിതാവാണ്, ഭൂമി മാതാവുമാണ്, അങ്ങയുടെ പത്നിയുമാണ്. ഞങ്ങൾ അങ്ങേക്കും ഭൂമിക്കും വേണ്ടി നമസ്കാരം ചെയ്യും. വിധേമ ചെയ്യുന്നു വെച്ചാൽ അഫ്യയി ഇവൾക്ക് വേണ്ടിയും, ത്വയാഫഹ അഫ്യയി അങ്ങയോട് ചേർന്നിരിക്കുന്ന ഇവൾക്കായിക്കൊണ്ട് നമസാവിധേമ നമസ്കാരം ചെയ്യും. യഫ്യാം സ്വതേജോഗ്നിവിവാര ഇവാം യാതൊരിടത്താണ് സ്വന്തം തേജസ് കൊണ്ട് അഗ്നിം ഇവ അരണൗ അഥാഹ അഗ്നിമിവാരണാവഥാഹ അഗ്നിമിവ അരണൗ വഥാഹ അരണിയിൽ അഥാഹ ആധാനം ചെയ്ത അഗ്നിയെപ്പോലെയാണ് അങ്ങ്. അരണിക്കകത്ത്, അരണിക്കോലുകൾക്കകത്ത്, കമ്പുകൾക്കകത്ത് അഗ്നിയുണ്ട്. അതുപോലെയാണ് ഈ ഭൂമിയിൽ അഗ്നിയുണ്ട്. ഭൂമിയാകുന്ന അരണിയിൽ അങ്ങ് അഗ്നി പോലെയാണ്. അങ്ങാകുന്ന അഗ്നി ഉള്ളത് കൊണ്ടാണ് ഈ ഭൂമി ഇങ്ങനെ നിലനിൽക്കാൻ കാരണം. അഗ്നി ഉള്ളത് കൊണ്ടാണ് അരണിക്കോൽ ഇവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അരണി കടഞ്ഞ് അഗ്നി ഉണ്ടാക്കി യജ്ഞം ചെയ്യുന്നത്. സംസ്ഥാപയൈനം ജഗതം ഫതസ്ഥുഷാം ലോകായ പത്നീമഫിമാതരം പിതാം വിധേമജാഫ്യേ നമസാഫാത്വയാം യഫ്യം സ്വതേജോഗ്നിവാരണാവഥാഹം. ഫതസ്ഥുഷാം ജഗതാം ലോകായ പത്നീം മാതരം ഏനാം സംസ്ഥാപയ ത്വം പിതാഫി ത്വയാഫഹ അഫ്യൈ നംസാവിധേമ യഫ്യാം സ്വതേജഃ അരണൗ അഗ്നിമിവ അഥാഹ. സംസ്ഥാപയൈനം ജഗതം ഫതസ്ഥുഷാം ലോകായ പത്നീമഫിമാതരം പിതാം വിധേമജാഫ്യേ നമസാഫഹത്വയാം യഫ്യം സ്വതേജോഗ്നിവിവാരണാവഥാഹം. സംസ്ഥാപയൈനം ജഗതം ഫതസ്ഥുഷാം ലോകായ പത്നീമഫിമാതരം പിതാം വിധേമജാഫ്യേ നമസാഫഹത്വയാം യഫ്യം സ്വതേജോഗ്നിവിവാരണാവഥാഹം. സംസ്ഥാപയൈനം ജഗതം ഫതസ്ഥുഷാം ലോകായ പത്നീമഫിമാതരം പിതാം വിധേമജാഫ്യേ നമസാഫഹത്വയാ യഫ്യം സ്വതേജോഗ്നിവിവാരണാവഥാഹം. കസ്രദധീതാന്യ അന്യതമസ്തവ പ്രഭോ രഫാം ഗതായ ഇവ ഉദ്വിബർഹണം ന വിസ്മയോऽസൗ ത്വയി വിശ്വവിസ്മയേ യോ മായേദം സൃജതേതി വിസ്മയം. കഹ ശ്രദ്ധധീത, ആരാണ് ശ്രദ്ധിക്കുന്നത്? ആര് ശ്രദ്ധിക്കും? കശ്രദ്ധധീത അന്യതമഃ, അന്യതമൻ മറ്റൊരാൾ. മറ്റൊരുവനായ ആരാണ് ശ്രദ്ധിക്കുന്നത്? തവ പ്രഭോ, ഹേ പ്രഭോ. രഫാം ഗതായാഹ, പാതാളത്തിലേക്ക് പോയ, ഭുവഃ ഉദ്വിബർഹണം, ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരൽ, ആകാശത്തിലേക്ക് രഫാം ഗതായ ഭുവഃ ഉദ്വിബർഹണം, പാതാളത്തിലേക്ക് പോയ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരാൻ അങ്ങല്ലാതെ ആര് വിചാരിച്ചാൽ പറ്റും? കശ്രദ്ധധീത അന്യതമസ്തവ പ്രഭു, അങ്ങല്ലാതെ മറ്റാർക്കും ഇത് സാധ്യമല്ല. ന വിസ്മയോസൗ, ഇതിൽ വിസ്മയമില്ല. ത്വയി വിശ്വവിസ്മയെ, ലോകത്തെ വിസ്മയിപ്പിക്കുന്നവനായ
അങ്ങയിൽ ഇതൊരു വിസ്മയമേ അല്ല. അങ്ങ് ലോകത്തെ സ്വന്തം മായ കൊണ്ട് വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇതൊരു വിസ്മയമേ അല്ല. യോ മായയാ ഇതം സജ്ജതേതി വിസ്മയം. യാതൊരു ഭഗവാനാണോ മായ കൊണ്ട് ലോകത്തെ സൃഷ്ടിക്കുന്നത്, അതാണ് ഏറ്റവും വലിയ വിസ്മയം. യോ മായയാ ഇതം സസൃജത്തെ അതിവിസ്മയം, അത് ഏറ്റവും വലിയ വിസ്മയമാണ്. കശ്രദ്ധീതന്യതമസ്തവ പ്രഭോ രസാം ഗതായാ ഭുവ ഉദ്വിബർഹണം ന വിസ്മയോऽസോ ത്വയി വിശ്വവിസ്മയേ യോ മായേദം സസൃജേതി വിസ്മയം. രസാം ഗതായാഃ ഭുവഃ ഉദ്വിബർഹണം അന്യതമഃ കഃ ശ്രദ്ധധീത വിശ്വവിസ്മയേ ത്വയി അസോ ന വിസ്മയഃ യഃ അതിവിസ്മയം ഇദം മായയാ സസൃജേ. കശ്രദ്ധീതന്യതമസ്തവ പ്രഭോ രസാം ഗതായാ ഭുവ ഉദ്വിബർഹണം ന വിസ്മയോऽസോ ത്വയി വിശ്വവിസ്മയേ യോ മായേദം സസൃജേതി വിസ്മയം. കശ്രദ്ധീതന്യതമസ്തവ പ്രഭോ രസാം ഗതായാ ഭുവ ഉദ്വിബർഹണം ന വിസ്മയോऽസോ ത്വയി വിശ്വവിസ്മയേ യോ മായേദം സൃജതേതി വിസ്മയം. കശ്രദ്ധീതന്യതമസ്തവ പ്രഭോ രസാം ഗതായാ ഭുവ ഉദ്വിബർഹണം ന വിസ്മയോऽസോ ത്വയി വിശ്വവിസ്മയേ യോ മായേദം സസൃജേതി വിസ്മയം. വിധുന്വതാവേദമയം നിജം വപുർജനസ്തവ സത്യനിവാസിനോ വയം ഫടാശിരോദ്ഘാടനം ഫടാശിഖോദ്ഭൂതശിവാംബുബിന്ദുഭിർ വിമൃജ്യമാന ഭൃശമീശപാവിതാഹം. വിധുന്വതാം ഇളകിക്കൊണ്ടിരിക്കുന്ന വേദമയം നിജം വപു, അങ്ങയുടെ വേദാത്മകമായി ശരീരം വിധുന്വത ഒന്ന് കുടഞ്ഞിട്ട് ജനസ്തവ സത്യനിവാസിനോ വയം, ഈ ശരീരത്തെ ജലത്തിൽ നിന്ന് കയറി വന്ന ഉടനെ ഒന്ന് കുടഞ്ഞു. ആ സമയത്ത് അങ്ങയുടെ പിടലിക്കുള്ള രോമങ്ങൾ ആ രോമത്തിൻ്റെ അഗ്രത്തു നിന്നും പുറത്തേക്ക് ചാടിയ വെള്ളത്തുള്ളികൾ ജനലോകവുമായി തപോലോകവുമായി സത്യലോകവുമായി. ജനസ്തവ സത്യനിവാസിനോ വയം ഫടാശിഖോദ്ഭൂത ശിവംബുബിന്ദുഭി, അങ്ങയുടെ ഫടയാകുന്ന ശിഖകളിൽ നിന്ന് ഉദ്ഭൂതമായ ശിവ അമ്പുബിന്ദുക്കളാൽ, ഫട എന്ന് വെച്ചാൽ കുഞ്ചി രോമങ്ങൾ, കഴുത്തിനിട്ടുള്ള രോമം, അത് ശിഖ പോലെ കൂർത്തിരിക്കുന്നതാണ്. അതിൻ്റെ ഉദ്ഘാതം ഇളക്കം കൊണ്ട് ശിവ അമ്പുബിന്ദുഭി, മംഗളകരമായ പരിശുദ്ധമായ വെള്ളത്തുള്ളികൾ നാനാവിധത്തിലേക്കും തരും. ഭൂമിയെ ഉയർത്തി വെച്ചതിന് ശേഷം അവിടെ നിന്ന് ഫട കുടഞ്ഞു എഴുന്നേറ്റു. അപ്പം ജലത്തുള്ളികൾ വീണത് 3 ലോകങ്ങളായി പരിണമിച്ചു: ജനലോകം, തപോലോകം, സത്യലോകം. വിമർജ്യമാന അഭൃശമീശപാവിതാഹം, അതുകൊണ്ട് തുടയ്ക്കപ്പെട്ട ഞങ്ങൾ പരിശുദ്ധരായി. വിമർജ്യമാനാഹ വയം പാവിതാഹ, ഞങ്ങൾ പരിശുദ്ധരായിരിക്കുന്നു. യജ്ഞവരാഹമൂർത്തിയുടെ ശരീരത്തിൻ്റെ വലിപ്പം എത്രയായിരുന്നു എന്ന് ഈ വിവരണത്തിന് കിട്ടും. ആ കുഞ്ചിരോമങ്ങൾ ഒന്ന് കുടഞ്ഞപ്പോൾ അത് ജനലോകം, സത്യലോകം, തപോലോകം അവിടെ വരെ ആയിരിക്കുന്നു. അതിലെ ജലത്തുള്ളികൾ മുകളിലേക്ക് എന്തുമാത്രം ഉയർന്നു നിൽക്കുന്നു അങ്ങയുടെ സ്വരൂപം എന്ന് വ്യക്തമാക്കുക. വിധുന്വതാവേദമയം നിജം വപുർ ജനസ്തപ സത്യനിവാസിനോ വയം ഫടാശിഖോദ്ഭൂത ശിവാംബുബിന്ദുഭിർ വിമർജ്യമാനാഭൃശമീശപാവിതാം. ഹേ ഈശ, ജനസ്തപ സത്യനിവാസിനഃ വയം
വേദമയം നിജം വപുഃ വിധുന്വതാം ത്വയാം പടാശിഖോദ്ഭൂതശിവാംബുബിന്ദുഭിः വിമൃജ്യമാനാः ഭൃശം പാവിതാः. വിധുന്വതാ വേദമയം നിജം വപുഃ ജനസ്തപഃസത്യനിവാസിനോ വയം പടാശിഖോദ്ഭൂതശിവാംബുബിന്ദുഭിർ വിമൃജ്യമാനാ ഭൃശമീശപാവിതാം. വിധുന്വതാ വേദമയം നിജം വപുഃ ജനസ്തപഃസത്യനിവാസിനോ വയം പടാശിഖോദ്ഭൂതശിവാംബുബിന്ദുഭിർ വിമൃജ്യമാനാ ഭൃശമീശപാവിതാം. വിധുന്വതാ വേദമയം നിജം വപുഃ ജനസ്തപഃസത്യനിവാസിനോ വയം പടാശിഖോദ്ഭൂതശിവാംബുബിന്ദുഭിർ വിമർജ്യമാനാ ഭൃശമീശപാവിതാഹം. എന്തായാലും നമ്മൾ സമയം ഏണ്ട അതിക്രമിക്കുകയാണ്. ഇനി 3-4 ശ്ലോകമുണ്ട്. അത് ഇന്നുകൊണ്ട് തീരില്ല, നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. ഇന്നിവിടെ ഉപസംഹരിക്കാം. ഉപസംഹരിച്ച ശേഷം ആർക്കെങ്കിലും സംശയം ചോദിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.